തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന അഹങ്കാരം വാലിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പർവ്വതം മാത്രം അവനെ ഭയപ്പെടുത്തിയിരുന്നു. നിങ്ങൾക്ക് വാലിയെ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കിഷ്കിന്ധ രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു വാലി. അവന്റെ ശക്തിയെ വെല്ലാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഒരേ രക്തം, എന്നാൽ ഒരു തെറ്റ് സഹോദരങ്ങളെ ശത്രുക്കളാക്കി. വാലിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുഗ്രീവൻ ഓട്ടി. അവന് തന്റെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു പ്രധാനം. അപ്പോഴാണ് ദുരൂഹമായ ഒരു പർവ്വതം, ഋഷ്യമുഖ പർവ്വതം. ആ പർവ്വതത്തിൽ ഒരു രഹസ്യമുണ്ട്. ഈ പർവ്വതത്തിൽ കാൽ കുത്തിയാൽ വാലിയുടെ അന്ത്യമുറപ്പാണെന്ന് ഒരു മുനി കഠിനമായ ശാപം നൽകിയിരുന്നു. ഒരു ദിവസം വാലി ദുന്ദുഭി എന്ന ശക്തനായ അസുരനെ കൊന്നു. തന്റെ അപാരമായ ശക്തിയാൽ അവൻ ആ ശരീരത്തെ വലിച്ചെറിഞ്ഞു. ആ ശരീരത്തിൽ നിന്നുള്ള രക്തം തെറിച്ച് അടുത്തുള്ള മതംഗ മുനിയുടെ ആശ്രമത്തിൽ വീണു. മതംഗ മുനിക്ക് കടുത്ത കോപമുണ്ടായി. എന്റെ തപോവനം നീ അശുദ്ധമാക്കി. അതിനാൽ അദ്ദേഹം വാലിക്ക് ഒരു ശാപം നൽകി. ഈ ഋഷ്യമുഖ പർവ്വതത്തിൽ നീ കാൽ കുത്തിയാൽ ഉടൻ തന്നെ നിന്റെ ജീവൻ പോകും. അതുകൊണ്ടാണ് വാലി ആ പർവ്വതത്തിൽ പ്രവേശിക്കാതിരുന്നത്. വാലിക്ക് എത്ര ശക്തിയുണ്ടായിരുന്നിട്ടും സുഗ്രീവൻ ആ പർവ്വതത്തിൽ സുരക്ഷിതനായിരുന്നു. വാലിക്ക് അവനരികിൽ എത്താൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ശ്രീരാമൻ അവിടെ എത്തിയതും സുഗ്രീവനുമായി സൗഹൃദത്തിലായതും. വാലി ഭയന്നത് ശത്രുക്കളെയല്ല, മറിച്ച് ഒരു ശാപത്തെയാണ്. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.